Welcome to this new session on fundamentals of investment. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പോർട്ട്ഫോളിയോ അനാലിസിസ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ്. Before going into this content further, if you're new to this channel, please like, share and subscribe. Now, portfolio diversification എന്ന് ഉദ്ദേശിക്കുന്നത് it's kind of like the basic strategy. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ to enable diversification. Okay, അല്ലെങ്കിൽ നമുക്ക് portfolio in its simplest sense it simply means a collection of securities. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പോർട്ട്ഫോളിയോനെ സ്മാർട്ടായിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോഴാണ് ആ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആ വാക്കിൽ തന്നെയുണ്ട് ഡൈവേഴ്സിഫൈ, ടു ഡൈവേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ ഡൈവേഴ്സ് വെറൈറ്റി ഓഫ് സെക്യൂരിറ്റീസ്. ഓക്കെ, കുറേ അധികം ഇപ്പോൾ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് പല ഇതിലും ഫോക്കസ് ചെയ്യുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി when it comes to your investments or making money. അതിലെ ഏറ്റവും ബേസിക് സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, വളരെ ബേസിക് സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ, wherein you put all your investments not just in one element but in different asset classes or different things. Okay, it is basically a risk reduction concept. നമ്മൾ റിസ്ക് എങ്ങനെയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വേ ഓഫ് തോട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നിലധികം കാറ്റഗറീസ് അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. പോർട്ട്ഫോളിയോ മൾട്ടിപ്പിൾ ലെവൽസിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നെങ്കിൽ അസറ്റ് ക്ലാസ്സുകളുടെ ഇടയിൽ നമുക്ക് ചിന്തിക്കാം. അസറ്റ് ക്ലാസ്സുകളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ ഷെയറുകളിലിടാം, കുറച്ച് പൈസ ഡിബെഞ്ചറുകളിലിടാം, കുറച്ച് പൈസ ഈ പറഞ്ഞിട്ടുള്ള റിയൽ എസ്റ്റേറ്റിലിടാം, കുറച്ച് പൈസ ഗോൾഡിലിടാം. ദിസ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ്. ഇപ്പോൾ ഈക്വിറ്റിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഈക്വിറ്റിയുടെ ഇടയിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ നടത്താം. ഇൻവെസ്റ്റിംഗ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻവെസ്റ്റിംഗ് ഇൻ എനർജി, ഇൻവെസ്റ്റിംഗ് ഇൻ ടെലികോംസ്, ഇൻവെസ്റ്റിംഗ് ഇൻ ബാങ്കിങ്, അത് ഡിഫറെൻറ്റ് സെക്ടേഴ്സാണ്. ദ ബെനിഫിറ്റ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ, ഐ തിങ്ക് ബീങ് ബികോം സ്റ്റുഡൻസ് യു ഹേർഡ് ഓഫ് ദിസ് വേർഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും അറിയിക്കാം. The benefit of diversification is simply that in case any one of these things crash, ഇപ്പോൾ take your asset classes for example, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, FDസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പലതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. Now imagine for a second റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആയി, പക്ഷേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൊഫൈൽസ് പോർട്ട്ഫോളിയോ കയറിക്കൊണ്ടിരിക്കുകയാണ്. So the loss that you suffer from your real estate can be offsetted by the gains that you get from your equity. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എലമെൻസിൽ നിന്ന് നമുക്ക് ഗെയിൻ കിട്ടും. അപ്പോൾ ആ ലോസ് വന്നാൽ പോലും ബാക്കിയുള്ളതിൻ്റെ ഗെയിൻസ് വെച്ച് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നോട്ട് ടേക്ക് ഇൻ ടേംസ് ഓഫ് ഈക്വിറ്റി ഇറ്റ് സെൽഫ്. ഈക്വിറ്റിയിൽ ഇമാജിൻ നമ്മളൊരു ഏതെങ്കിലും ഒരു സെക്ടർ ക്രാഷ് ആണ്. ഇമാജിൻ ടെലികോം ഇൻഡസ്ട്രി ഈസ് ഫാളിങ്. ഓക്കെ, ടെലികോം സെക്ടർ ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. On the other hand, your banking is doing good, your energy is doing good, your pharmaceuticals is doing good. അപ്പോൾ അത് കാരണം ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ സെക്ടറിലുള്ള ലോസ് ബാക്കിയുള്ള പ്രോഫിറ്റബിൾ സെക്ടേഴ്സ് കണ്ട് ഓഫ്സെറ്റ് ആവാണ്. നമുക്ക് വേറെ രീതി ചിന്തിക്കാം. വൈ നോട്ട് പുട്ട് ഓൾ ദി മണി ഇൻ ദി പ്രോഫിറ്റബിൾ സെക്ഷൻ? ചെയ്യാം, പക്ഷേ ഇറ്റ് ഈസ് ടു ഹാർഡ് ടു പ്രിഡിക്റ്റ് വിച്ച് വിൽ ബിക്കം പ്രോഫിറ്റബിൾ. ഓക്കെ, അതൊരു 50-50 ഗാമ്പിൾ പോലെയാണ്. നമ്മളിപ്പം എൻറ്റയർ മണി എടുത്തിട്ട് ടെലികോമിൽ ഇടാന്ന് വെച്ചോ, യു എക്സ്പെക്റ്റഡ് ടെലികോം ടു ഗോ അപ്പ്, പക്ഷേ ടെലികോം കെയിം ക്രാഷിങ്, യു ലൂസ് യുവർ എൻറ്റയർ മണി. ഓൺ ദി അതർ ഹാൻഡ് കുറച്ച് എമൗണ്ട് ടെലികോമിലിടുക, കുറച്ച് എമൗണ്ട് ബാക്കിയുള്ള ഈ പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേറെ സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിലിടുകയാണെങ്കിൽ ഈവൻ ഇഫ് ടെലികോം ക്രാഷസ് യു ആർ മേക്കിംഗ് മണി ഓൺ അതർ തിങ്സ്. അപ്പോൾ നിങ്ങളുടെ ലോസ് മിനിമൈസ് ചെയ്യാണ്. ഓക്കെ, യു ആർ റെഡ്യൂസിങ് യുവർ റിസ്ക് ഓൾ ടുഗെദർ. ഓക്കെ, it is achieved by investing in different stock asset or asset classes. Okay, so ഇതാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അടുത്ത് നമ്മൾ നോക്കാൻ പോണത് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക്കും റിട്ടേണും അറിഞ്ഞിരിക്കേണ്ടത്, ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക് എത്രയാണ് റിട്ടേൺ എത്രയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നൗ സെയിം തിങ് അപ്ലൈസ് ഫോർ എ പോർട്ട്ഫോളിയോ ഓൾസോ. Even though you have individual securities that make up the portfolio, അല്ലെങ്കിൽ individual asset classes that make up the portfolio, you have to know overall how are you doing. Overall analysis ആണ് ഈ portfolio return അല്ലെങ്കിൽ risk analysis എന്ന് പറയുന്നത്. So we'll start with portfolio return. Okay, now returns നിങ്ങൾക്കറിയാം more or less how you calculate the returns.
ബട്ട് വാട്ട് ഇസ് ദ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദി വെയ്റ്റഡ് ആവറേജ് റിട്ടേൺ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ടെന്ന് വെച്ചാൽ ഈ 1,00,000 രൂപ നിങ്ങൾ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇമാജിൻ യു ആർ ഇൻവെസ്റ്റിംഗ് 10,000 into gold, maybe 20,000 into mutual funds, maybe another 30,000 into equity. Okay, റിമൈൻഡർ എമൗണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ ഇടാണെന്ന് വെച്ചോ. സോ ദീസ് ആർ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓരോന്നിനും ഓരോ പ്രൊപ്പോർഷനിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? സോ ഈ പറഞ്ഞിട്ടുള്ള ഇഫ് യു വോണ്ട് ദി if you want the total returns of the portfolio, ഓരോന്നിൻ്റെയും തരുന്ന റിട്ടേൺസ്, ഇപ്പോൾ ഈക്വിറ്റി, ഇപ്പോൾ ഗോൾഡ് ചിലപ്പോൾ 10% റിട്ടേൺസ് ആയിരിക്കും തരാം, ഈക്വിറ്റി മൈറ്റ് ഗിവ് യു 20% റിട്ടേൺസ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് മൈറ്റ് ഗിവ് യു 8% റിട്ടേൺസ്. അങ്ങനെ പലതും ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്, റേറ്റിലാണ് നിങ്ങൾക്ക് റിട്ടേൺസ് തരുന്നത്. യു വോണ്ട് ടു നോ ദ പോർട്ട്ഫോളിയോ, ഓരോന്നിൻ്റെയും വെയ്റ്റഡ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ. Okay, so there's a very simple formula for that. Now the formula is RP is equal to sigma xi ri. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. RP എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കംപ്ലീറ്റ് സാധനം എത്രയാണ്. XI എന്ന് പറയുന്നത് I represents the particular share or investment or whatever it is. ആ entire portfolio എന്ന് പറയുമ്പോൾ you've got ഇൻവെസ്റ്റ്മെൻറ്റ് A, B, C, D എന്ന് പറഞ്ഞിട്ട് 4 അല്ലെങ്കിൽ എത്രയോ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ ഇപ്പോൾ യു ആർ ചൂസിങ് എ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നുള്ളതാണ് എക്സ് റെപ്രസെൻറ്റിങ്. എക്സ് റെപ്രസെൻറ്റ്സ് ദി പ്രൊപ്പോർഷൻ. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് യുവർ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,00,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം. അതിനകത്ത് 50,000 റുപ്പീസ് ഫോർ FD, 10,000 ഫോർ ഷെയർസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ 1,00,000 രൂപ. നമ്മളെടുക്കുന്ന FD എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്നുള്ളതാണ് XI റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നൗ RI എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ FD നമ്മൾ ചൂസ് ചെയ്തു, ആ FDയുടെ റിട്ടേൺസ് എത്രയാണെന്നുള്ളതാണ്. Okay, so let's get into a problem. ഒരു സിമ്പിൾ പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. A portfolio consists of A and B shares. 2 ഷെയറുകളുണ്ട് A and B with expected return of 20% and 30%. എയുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 20%ഉം ബിയുടെ എക്സ്പെക്ടഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് 30%ഉം. The total funds invested between A and B is 40 and 60%. അതായത് 40% ഫണ്ട്, അത് ചിലപ്പോൾ 100 രൂപയാവാം, 1000 രൂപയാവാം, 1,00,000 രൂപ, 1 കോടി രൂപയാവാം. അതിനകത്ത് നിന്ന് 40% നമ്മൾ എയിൽ ഇൻവെസ്റ്റ് ചെയ്തു, 60% നമ്മൾ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. കമ്പ്യൂട്ട് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഓക്കെ, അതാണ് ചോദ്യം ചോദിക്കുന്നത്. നൗ ടു ഫൈൻഡ് ദിസ് ഔട്ട്, ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ പോർട്ട്ഫോളിയോയിൽ എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ, to find out the expected return for A, നമ്മൾ ചെയ്യേണ്ടത് എയുടെ റേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാ? 20%. ഓക്കെ, ഇൻറ്റു ഈ പറഞ്ഞിട്ടുള്ള പ്രപ്പോർഷൻ എത്രയാ? 40%. സോ ഇവിടെ നമ്മൾ 0.40 എന്ന് എഴുതാം. സോ 20 into 0.4 എന്ന് പറയുന്നത് 8. ഓക്കെ, അതേപോലെ തന്നെ ബിയുടെ എത്രയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ? ഇറ്റ് ഈസ് 30% ഇൻറ്റു പ്രപ്പോർഷൻ എത്രയാ? പ്രപ്പോർഷൻ ഇസ് 60%. സോ 0.6. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. സോ ടോട്ടൽ എന്ന് പറയുന്നത് 8 plus 18, ദാറ്റ് ഈസ് 26%. ഓക്കെ, 26% ആണ് റിട്ടേൺസ് വന്നത്. Now a best way to identify whether your answer makes sense is to look at the values. A and B and Aയുടെ rate of return in the expected return is 20%, whereas B is 30%. Your answer will never go above 30% or below 20%. കാരണം എന്താ? The reason being, the lowest in the portfolio offers you 20%, the highest in the portfolio offers you 30%. അപ്പോൾ ഇതിൻ്റെ ഒരു വെയ്റ്റഡ് ആവറേജ് ആണ് എപ്പോഴും എന്ത്? നമ്മുടെ പോർട്ട്ഫോളിയോ റിട്ടേൺസ്. സോ ദിസ് ഇസ് 26%. ഇറ്റ് ലൈസ് സംവെയർ ബിറ്റ്വീൻ 20 and 30%. എന്തുകൊണ്ടാണ് 26ൻ്റെ മുകളിലേക്ക് വന്നത്? 25യുടെ മുകളിലേക്ക് വന്നത്? ബിക്കോസ് 30%നാണ് കൂടുതൽ വെയിറ്റേജ്. 60% ഓഫ് ദ ഫണ്ട്സ്
are in the 30% and 40% of the funds are in the 20%. അതുകൊണ്ട് എത്രത്തോളം കൂടുതൽ പെർസെൻറ്റേജ് നമ്മൾ എന്താ പറയുക ഫണ്ട്സ് നമ്മൾ ഹയർ പെർസെൻറ്റേജ് റിട്ടേൺസ് തരുന്ന സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രയും കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് റിസ്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ എക്സാമ്പിൾ ഓഫ് യുവർ പോർട്ട്ഫോളിയോ റിട്ടേൺസ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, ഒരെണ്ണം കൂടി ചെയ്യാം. K Limited shares gives you a return of 20% and L Limited shares give you a return of 32%. If you have invested 25% of your money in K Limited and the remaining 75 in the L Limited, what would be the expected portfolio? Same thing. Same രീതിയിലാണ് നമ്മൾ. അപ്പോൾ കെന് വേണ്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ K gives you 20% returns into the proportion. Proportion എത്രയാണ്? 0.25. Now please, I want you to recollect the formula. Okay, RP is equal to sigma xi ri. Okay, now this one is your xi, this one is your ri. അത് അങ്ങനെ ഇങ്ങോട്ടും മാറ്റി എഴുതിയാലും does not make a difference. Okay, then going on to the other one, L Limited. L ൻ്റെ ഷെയർസ് എന്ന് പറയുമ്പോൾ 32% into 0.75 proportion. Okay, രണ്ടും നമുക്കൊന്ന് നോക്കാം. First one will give you 5 and the second one would give you 24. Okay, so total എന്ന് പറയുന്നത് 5 plus 24, 29% is the portfolio's return. Okay, portfolio return എന്ന് പറയുന്നത് 29%. I think we'll do one more problem just to be clear. Now the portfolio constructed with 4 securities having the following characteristics. Calculate the expected return of the portfolio. Expected return the portfolio expected return നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 4 സെക്യൂരിറ്റീസ് ഉണ്ട്, 4ൻ്റെയും റിട്ടേൺസ് തന്നിട്ടുണ്ട്, പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, നൗ ദിസ് വൺ റിട്ടേൺസ് ഇസ് RI ആൻഡ് ദിസ് ഇസ് XI. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? XI RI ചെയ്യുക. അതായത് this value into this, this value into this, this one into this, this one into this. ഇതിവിടെ എഴുതുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അത്രയുള്ള പരിപാടി. So let's look at this. 0.15 into 17.5, that is 2.625. Then 24.8 into 0.25, 6.2. 15.7 into 0.45, that is 7.06. Then 21.3 into 0.15, that is 3.195. Okay, so the total is 19.08. So that is your portfolio return. Okay, so hope you're clear with this content. Portfolio return calculate ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ റിട്ടേൺസ് ഷുഡ് ബി കൺസിഡേർഡ് വിത്ത് ദെയർ പ്രൊപ്പോർഷൻസ്. XI RI. Okay, XI signifies the proportion, RI signifies the rate of return. Okay, അതെല്ലാത്തിൻ്റെയും ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് യുവർ പോർട്ട്ഫോളിയോ റിട്ടേൺസ്. So hope you're clear with this content. In case of any doubts, please feel free to message me on my WhatsApp number. Thank you.